തൃശൂർ പൂരം പ്രതിസന്ധിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ജനങ്ങളെ തല്ലാൻ പോലീസിന് ആരാണ് അധികാരം നൽകിയത്? തിരുവമ്പാടി ദേവസ്വം എടുത്തത് യുക്തിപൂർവമായ തീരുമാനമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ജനങ്ങളെ തല്ലിയതാരാണ്? അത് ആരുടെ നിർദ്ദേശമാണ് അറിയണ്ടേ? ക്രിറ്റിസിസം ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന നിർദ്ദേശമല്ലേ അവർക്ക് അനുസരിക്കാൻ പറ്റൂ. പോലീസുകാർ എന്ത് പിഴച്ചു? അവർക്ക് കിട്ടിയ നിർദ്ദേശം അവരെ അനുസരിച്ചല്ലേ പറ്റൂ. അതിനാ പറഞ്ഞ അത് ജുഡീഷ്യൽ അന്വേഷണം വരട്ടെ. തിരുവമ്പാടി ദേവസ്വം നല്ല യുക്തിപൂർണമായ ഒരു തീരുമാനം എടുത്തു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് ബോധപൂർവമായ പോലീസിന്റെ നീക്കം തന്നെയായിരുന്നു എന്നുള്ള വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. NDA തൃശൂർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങളെ തല്ലാൻ പോലീസിന് അധികാരം നൽകിയത് ആര് എന്ന ചോദ്യവുമായാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയത്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടന്ന ഈ ഒരു സംഭവം, അതായത് കുടമാറ്റം കഴിഞ്ഞതിന് ശേഷം അനാവശ്യമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഈ പോലീസ് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അതുപോലെ ജനങ്ങളെ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൂരം കാണുവാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളായിരുന്നു ഈ സ്വരാജ് റൗണ്ടിന്റെ വിവിധ റോഡുകളിലായി നിന്നിരുന്നത്. ഇവരെയൊക്കെ തന്നെ തല്ലുന്ന സാഹചര്യം. അതോടൊപ്പം ഈ മണത്തിൽ വരവ് ഉൾപ്പെടെ ചടങ്ങുകൾ പുരോഗമിപ്പിക്കുമ്പോൾ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പോലും അനുവദിക്കാത്ത അത്തരത്തിലൊരു ക്രൂരതയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് തിരുവമ്പാടി ദേവസ്വം അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയത്. വെടിക്കെട്ട് നടത്തുന്നില്ല, പൂരത്തിലേക്ക് ഇനി മുന്നോട്ടില്ല എന്നുള്ള കാര്യം അവിടെ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത്. ആ സമയത്താണ് സുരേഷ് ഗോപിയും അതിൽ ഇടപെടുന്നത്. അദ്ദേഹം ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുമായി സംസാരിച്ചു. രമ്യതയിൽ പ്രശ്നം പരിഹരിക്കണമെന്നും ഇതിലെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയത് ആരാണെന്ന് അറിയണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആരാണ് ഈ ജനങ്ങളെ തല്ലുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത്? ഇതിന് പിന്നിൽ മറ്റൊരു അജണ്ടയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്.